അതിർത്തി തർക്കവും ചിലപ്പോൾ നമ്മൾ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ നമ്മൾ കടം മേടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അവർ വാങ്ങിച്ച കടം തിരിച്ചു ചോദിക്കണമെങ്കിൽ ഞങ്ങൾ വീടും പൊളിച്ചുകൊണ്ട് പോകാൻ പോണ എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയ ദിവസം പറയുകയും ചെയ്യും. അതിന് നമ്മൾ ചോദിച്ചതിൻ്റെ പേരിൽ തന്നെ ചില വില കുറഞ്ഞ മനുഷ്യർ അവർ വാങ്ങിച്ച കടം പൈസ നമുക്ക് തരാതിരിക്കാൻ വേണ്ടി ഉടായ്പ ന്യായങ്ങൾ പറയും. ഇപ്പം അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പറയും എൻ്റെ തടിയെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്നോട് ഞാൻ കാശ് വാങ്ങിച്ചിരിക്കുമെന്ന് പറയും. കർത്താവ് അങ്ങനെയൊന്നും പറയാം. കർത്താവ് പറഞ്ഞെന്ന് പറയും, നീ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് നീ നിന്നെ തന്നെ മലിമസ്വാക്കരുത്. നമ്മളുടെ വിഷയം ഈശോ പറഞ്ഞ യോഹന്നാൻ 15:10 എന്താണ്? പല തരത്തിൽ നമുക്ക് പല തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവും. ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. മോശമായിട്ടുള്ള അയ്യോ അത് നമ്മളങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയെന്ന് തോന്നുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചില സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആലോചനമായിട്ട് തന്നെ അവസാനിക്കുന്ന ദിവസങ്ങളുണ്ടാവും. ചില ആൾക്കാർ പറയും ഇന്ന് ആരുടെ കടയേണ്ടതെന്ന് അറിയാൻ പാടില്ലെന്ന് പറയും. അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാത്തിനും ഉള്ള ഉത്തരവ് എന്താണ്? യോഹന്നാൻ 15:10 നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. എല്ലാ വിഷയവും പരിഹരിക്കാവുന്ന അത് എൻ്റെ അണ്ടർലൈൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ? എല്ലാ വിഷയവും പരിഹരിക്കാം. എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മളെ വേർപെടുത്തും. ആരും വേർപെടുത്തത്തില്ല എന്നതിൻ്റെ അർത്ഥം. ആരും വേർപെടുത്തരുത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആപത്ത്, ക്ലേശം, കഷ്ടത, പട്ടിണി, നഗ്നത, വാള്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു വ്യക്തി വേർപെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാലേ മത്തായി സുവിശേഷം 24:12 എടുത്തേ. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. സ്നേഹത്തിന് വേർപെടുകയും ചെയ്യും. ചിലപ്പോൾ ഇത് വേർപെടത്തില്ലായിരിക്കും, പക്ഷെ ചിലപ്പോൾ തണുത്തു പോകും. എന്താണ്? അധർമ്മം. നമ്മളോട് ചെയ്യുന്ന അധർമ്മമായാലും മതി, നമ്മൾ ചെയ്യുന്ന അധർമ്മമായാലും മതി, നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും.